നാട്ടിൽ ഒരു പച്ച മീൻ കിട്ടാനില്ല. നിങ്ങൾ ദുബായിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ അവിടുന്ന് മീൻ കൊണ്ടുവന്ന് പോന്നോളി. അതല്ല നിങ്ങൾക്ക് ഇവിടുന്ന് മീൻ കിട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചാൽ ഇവിടെ മീനില്ല മക്കളെ, അല്ലെങ്കിൽ ഉണക്കൽ കഴിക്കേണ്ടി വരും. ഇപ്പം ട്രോളിംഗ് ആണ്, അതുകൊണ്ടാണ് ഞാനുള്ളത് താനൂർ ഹാർബറിലാണ്. ഏത് സ്ഥലത്ത് മീനില്ലെങ്കിലും താനൂർ ഹാർബറിൽ മീനുണ്ടാവും. ഈ ഹാർബർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുടെ ജീവിത മാർഗ്ഗമാണ്. ഇതൊക്കെ ഉള്ള നമ്മളെ കൂടെ ഉള്ളത് താനൂക്കാരാണ്. എന്താണ് ഇവിടെ മീൻ കുറയാൻ കാരണം? നല്ല മഴ, കാറ്റ്, കടൽ, ഇതുകൊണ്ടാണ് മീൻ കുറവ്. പിന്നെ ട്രോളിംഗ് ആണ്. താനൂക്കാരുടെ പ്രത്യേകത എന്താണ്? ഇപ്പൊ ഒരു നാടിന്റെ വികസനത്തിന് അവിടെ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കില്ല, ഒറ്റക്കെട്ടാണ്. എന്തൊക്കെ ഉള്ള ഇവിടെ പണിയുണ്ട്. ബാത്റൂം കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ്ട്, കുടിവെള്ളം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ജെറ്റ് വികസനം വേണം. ഇവിടെ ബാത്റൂം, കുടിവെള്ളം അങ്ങനൊക്കെ കുറെ ബാക്കിയുണ്ട്. എന്തായാലും അതൊക്കെ അല്ലേ പരിഹരിക്കും. അപ്പൊ അതൊന്നല്ല ഇവിടെ വിഷയം. ഇവിടുത്തെ വികസനം കുറവുണ്ടെങ്കിൽ അത് താനൂക്കാർക്ക് അറിയാം, അത് നേടിയെടുക്കാൻ. പക്ഷെ ഇപ്പൊ അതല്ല പ്രശ്നം. നിങ്ങൾ നാട്ടിൽ വരുന്നവരാണെങ്കിൽ അവിടുന്ന് മീൻ കൊണ്ടുവന്നോളി. അയിലൊക്കെ 500 റുപ്യാണ് കിലോ. അയിലൊക്കെ മത്തിക്ക് 350 വേറെ ഉണ്ട്. നിങ്ങൾ മീൻ കഴിക്കാത്തവരാണെങ്കിൽ അവിടുന്ന് മീൻ ഐസിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുപോയി മാർക്കറ്റിലോ എവിടെയും കൊണ്ടുപോയി വിറ്റാലും അപ്പോഴും നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം അല്ലേ? അവിടുന്ന് പറഞ്ഞ ടിക്കറ്റിന് പൈസ, ഇവിടുന്ന് തിരിച്ചു പോണ പൈസ, അത് മാത്രമല്ല നിങ്ങൾക്കുള്ള വട്ടച്ചെലവിന്റെ പൈസ വരെ ദുബായിൽ നിന്ന് മീൻ കൊണ്ടുവന്നാൽ കിട്ടൂലേ?